അമേരിക്കയെ ഞെട്ടിച്ച് വൈറ്റ് ഹൌസിന് സമീപം വെടിവെപ്പ് 30 റൗണ്ട് വരെ വെടിവെച്ച് കേട്ടു. അക്രമിയടക്കം 2 പേർക്ക് പരിക്കേറ്റു. അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചു. വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, ഇപ്പോൾ വൈറ്റ് ഹൌസിനെതിരെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. 30 റൗണ്ട് വെടിയുതിർക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ തരത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അക്രമിയുടെ ഭാഗത്തു നിന്നും ഈ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു? എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, ഇന്നലെ പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ വെടിവയ്പുണ്ടായത്. വൈറ്റ് ഹൗസിലെ ഒരു ചെക്ക് പോയിന്റിലേക്ക് വരികയായിരുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഈ അക്രമി വെടിയുതിർത്തു. ഇതിൽ ഒരാൾക്ക് പരിക്കേറ്റു. തിരിച്ചും വെടിവയ്പുണ്ടായി. ഈ വെടിവയ്പിലാണ് അക്രമി കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ അക്രമിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമാവുകയായിരുന്നു. എന്താണ് ഈ പ്രകോപനത്തിന് കാരണം, വെടിവയ്പ്പിന് കാരണം എന്നത് വ്യക്തമല്ല. ഈ അവിടെ പരിസരവാസികളിൽ നിന്ന് വന്ന വിവരമനുസരിച്ച് ഏതാണ്ട് 30 റൗണ്ട് വെടിയുതിർത്തു എന്നതാണ്. അത് അക്രമി ഈ 30 റൗണ്ട് വെടിയുതിർത്താണോ അല്ലെങ്കിൽ സൈന്യം കൂടി വെടിവെച്ചത് ആ ശബ്ദം കൂടി കേട്ടതാണോ എന്ന് വ്യക്തമല്ല. ഏതായിരുന്നാലും വലിയ വെടിവയ്പുണ്ടായി എന്നത് ആണ് ഞെട്ടിക്കുന്നൊരു സംഭവം. വൈറ്റ് ഹൗസിനെ സംബന്ധിച്ച് വലിയ സുരക്ഷാ വീഴ്ചയാണ്. കാരണം മാധ്യമപ്രവർത്തകരും മറ്റ് ഒഫീഷ്യൽസും ഒക്കെ തന്നെ ഈ വൈറ്റ് ഹൗസ് പരിസരത്തുണ്ടായിരുന്നപ്പോഴാണ് ഈ വെടിവയ്പ് ഉണ്ടാകുന്നത്. ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഈ അമേരിക്കയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെയോ കേന്ദ്രങ്ങൾക്ക് നേരെയോ വെടിവയ്പ് ഉണ്ടാകുന്നത്. 2 ആഴ്ച മുൻപാണ് ട്രംപ് മാധ്യമപ്രവർത്തകർക്ക് ഒരുക്കിയ വിരുന്ന് സൽക്കാരത്തിലേക്ക് മറ്റൊരു അക്രമി തോക്കുമായി കയറിയതും അവിടെ വെടിയുതിർത്തതും അന്ന് നമ്മൾ കണ്ടതാണ്. ട്രംപിനെ ഉൾപ്പെടെ ആ വേദിയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട VIP-കളെ സുരക്ഷാ ഭടന്മാർ അവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. ട്രംപൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് ഉണ്ടായത്. പിന്നീട് മാർക്കോ റൂബിയോ, സ്റ്റേറ്റ് സെക്രട്ടറി, അദ്ദേഹം സഞ്ചരിച്ച വാഹന വ്യൂഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിന് നേരെയും ഇങ്ങനെ വെടിവെപ്പ് ഉണ്ടാകുന്നു. JD വാൻസിൻ്റെ അദ്ദേഹവും വൈസ് പ്രസിഡന്റിൻ്റെ വാഹന വ്യൂഹം ഉൾപ്പെടെയാണ് അന്ന് കടന്നുപോയത്. ആ സമയത്താണ് അവിടെ വെടിവെപ്പ് ഉണ്ടാകുന്നത്. അതും ഈ സമീപ ദിവസങ്ങളിലാണ്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെയോ കേന്ദ്രങ്ങൾക്ക് നേരെയോ ഒക്കെ തന്നെ തുടരെ വെടിവെപ്പുണ്ടാകുന്നു. ട്രംപിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായ ക്രിക്ക് സമീപകാലത്താണ് വെടിയേറ്റ് മരിച്ചത്. അദ്ദേഹം ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു വെടിവെപ്പുണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ട്രംപിന് നേരെയും വെടിവെപ്പുണ്ടാകുകയും അദ്ദേഹത്തിൻ്റെ ചെവിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി നമ്മൾ നോക്കിക്കാണണം. അമേരിക്കയിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ട്രംപിനെതിരെ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇറാൻ ആകട്ടെ വലിയൊരു ഇനാം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഇന്ത്യൻ രൂപ 500 കോടി രൂപയാണ് ട്രംപിനെയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെയും കൊലപ്പെടുത്തിയാൽ അവർ പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കൂടി ഒരു വശത്തുണ്ട്. അമേരിക്കയിലാകട്ടെ ഈ യുദ്ധത്തിൻ്റെ പേരിൽ അമേരിക്കയ്ക്കുണ്ടാകുന്ന കടുത്ത സാമ്പത്തിക ചെലവുണ്ട്. ഇതിൻ്റെ പേരിൽ ട്രംപിനെതിരെയുള്ള ആരോപണങ്ങൾ വരുന്നു. ഡെമോക്രാറ്റികൾക്ക് പുറമെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ അങ്ങനെ എതിർപ്പുകൾ വരികയാണ്. അമേരിക്ക മറ്റൊരു ഹിതപരിശോധനയിലേക്ക് പോകുന്നൊരു സമയമാണ്. ഏതായിരുന്നാലും ഇപ്പോൾ ഇങ്ങനൊരു വെടിവെപ്പുണ്ടാകുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും അക്രമി കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. വിനോദ് പറഞ്ഞതുപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഇറാൻ സമാധാന കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ് ട്രംപ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആക്രമണം അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പരിശോധിക്കാൻ സാധിക്കുമോ? അക്രമി നടത്തിയ ആക്രമണം ഈ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുണ്ടായതാണെന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ? അനുശ്രീ, ഇതിൻ്റെ കാരണം വ്യക്തമല്ല. 21 വയസ്സുകാരനാണ് വെടിയുതിർത്തത് എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ കാരണം എന്ത് എന്നത് വ്യക്തമല്ല. പക്ഷേ അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം ട്രംപ് വിരുദ്ധ വികാരമുണ്ട്. കാരണം ഇപ്പോൾ ഈ ഇസ്രായേലിന് വേണ്ടി ചാടിപ്പുറപ്പെടുകയും ഏതാണ്ട് $7 ബില്യൺ തന്നെ ആയുധങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന് അമേരിക്ക സൗജന്യമായി നൽകുകയുമാണ്. അമേരിക്കയുടെ ബജറ്റിൽ നിന്നാണ് എല്ലാ കാലവും ഇസ്രായേലിന് ആയുധം നൽകുന്നത്. അത് പണമായല്ല, മറിച്ച് ആയുധമായാണ് നൽകുന്നത്. യുദ്ധോപകരണങ്ങളാണ് നൽകുന്നത്. അത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ചെലവുണ്ടാക്കുന്നു. മാത്രമല്ല ആ ആയുധങ്ങൾ കൊടുക്കുന്നതിന് പുറമെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ താല്പര്യപ്രകാരം മറ്റൊരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതും. അതും അമേരിക്കയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഏതാണ്ട് 3 ലക്ഷം കോടിയുടെ ബാധ്യതയാണ് ഇന്ത്യൻ രൂപ വെച്ച് കണക്കാക്കുമ്പോൾ. ആ തരത്തിലുള്ള വലിയ ബാധ്യത അല്ലെങ്കിൽ അത്തരമൊരു ഭാരം അമേരിക്കയിലേക്ക് വന്ന് വീഴുകയാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് എന്ത് നേട്ടം എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഹോർമൂസിൽ അവർക്ക് പിടിമുറുക്കാനായിട്ടില്ല. ഇറാനെ ആണവ നിർവ്യാപനം ആ കരാറിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അങ്ങനെ ഇത് നീണ്ടു പോകുന്നൊരു സാഹചര്യമാണ്. അമേരിക്കയ്ക്കാകട്ടെ പ്രതിദിനം ഇതിൻ്റെ പേരിൽ വലിയ തുകകൾ, സാമ്പത്തികമായ തിരിച്ചടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാരം അമേരിക്കയ്ക്ക് മേൽ വരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ്
ട്രംപിന് മേൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നതും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതിനിടയിലാണ് തുടരെ അമേരിക്കയിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെ വെടിവയ്പുണ്ടാകുന്നതും ഇങ്ങനെ വൈറ്റ് ഹൗസിന് നേരെ തന്നെ വെടിവയ്പുണ്ടാകുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. നേരത്തെ പെൻറ്റഗണൊക്കെ ആക്രമിച്ച് തകർത്ത സംഭവങ്ങളുണ്ട്. അതിനുശേഷം ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെയാണ് വെടിവയ്പുണ്ടാകുന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന സംഭവം. നേരത്തെയുള്ള ഈ വിരുന്നിൽ, മാധ്യമപ്രവർത്തകർക്ക് നൽകിയ വിരുന്നിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കാരണം ഒരു തോക്കുധാരി ആ ഹാളിലേക്ക് പ്രവേശിച്ചിട്ട് പോലും അത് സുരക്ഷാ ഭടന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് തന്നെ വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. ലോക പോലീസ് എന്ന് സ്വയം പ്രഖ്യാപിത മേനി നിറച്ച് നടക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അവരുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ സുരക്ഷാ വീഴ്ചയുണ്ടാകുന്നത്. വൈറ്റ് ഹൗസിന് നേരെ പോലും വെടിവയ്പുണ്ടാകുന്നത്. അവിടെ മാർക്കോ റൂബിയോയുടെ വാഹന വ്യൂഹം അല്ലെങ്കിൽ അവരുടെ വൈസ് പ്രസിഡന്റിൻ്റെ വാഹന വ്യൂഹത്തിന് നേരെ, പ്രസിഡന്റിന് നേരെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വധശ്രമങ്ങൾ നടക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അനുശ്രീ.